ഹലോ മക്കളെ, റേ ഓപ്റ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവേച്ചർ തമ്മിലുള്ള റിലേഷൻ ആണ്. സോ ഒരു സ്പെറിക്കൽ മിറർ എടുക്കാൻ പോവുകയാണ്. ഞാനൊരു സ്പെറിക്കൽ മിറർ എടുത്തു. ഇത് സ്പെറിക്കൽ മിറർ ആണ്. നമുക്കറിയാം സ്പെറിക്കൽ മിററിന്റെ ഒരു സെന്റർ ഉണ്ട്. ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ. കർവേച്ചറിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ. ഇത് അതിന്റെ പോൾ ആണ്. പോളിൽ നിന്നും സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ഈ അകലത്തിനെ വിളിക്കുന്ന പേരെന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ, ആർ എന്ന് വിളിക്കും. ശരിയാണോ? ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. സോ സി തൊട്ട് പി വരെ സി പി അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി ലൈറ്റ് റേ വരാൻ പോവുകയാണ്. ലൈറ്റ് റേ ദേ ഇങ്ങോട്ട് വന്നു. സോ ലൈറ്റ് റേ വന്നു. അത് പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിവിടെ റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം അത് എങ്ങോട്ട് മൂവ് ചെയ്യും മക്കളെ? അത് ഫോക്കസ് പോയിന്റിലൂടെ കടന്നു പോകും. സോ ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ് പോയിന്റ്. സോ പോളിൽ നിന്നും ഫോക്കസ് പോയിന്റിലേക്കുള്ള അകലത്തിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയും. സോ പോളിൽ നിന്നും ഫോക്കസ് പോയിന്റിലേക്കുള്ള അകലത്തിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എഫ്. നമുക്ക് ഈ ആറും എഫും തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടുന്നത്. ഈ കാര്യം മനസ്സിലായോ? സോ എന്താണ് ഫോക്കൽ ലെങ്ത്? എന്താണ്? പോളിൽ നിന്നും ഫോക്കസ് പോയിന്റിലേക്കുള്ള അകലമാണ് ഫോക്കൽ ലെങ്ത്. അതുപോലെ എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ? പോളിൽ നിന്നും, അപ്പൊ അങ്ങനെ തന്നെ എഴുതാം നമുക്ക്. പോളിൽ നിന്നും സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള അകലം. സോ പോളിൽ നിന്നും സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള അകലത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവയ്ക്ക് ഇടയിലുള്ള റിലേഷൻ ആണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെയാണ് ലൈറ്റ് റേ വന്ന് റിഫ്ലക്ട് ചെയ്തത്. സോ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നെങ്കിൽ നമുക്കിവിടെ നോർമൽ വരയ്ക്കാം. മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഈ കർവേച്ചർ ഉള്ള സർഫസിൽ നോർമൽ വരയ്ക്കുമ്പം ആ നോർമൽ ഇതിലൂടെ കടന്നു പോകണമെന്ന് അറിയാമോ? ഈ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് നോർമൽ. സോ ഇതാണ് നോർമൽ. കണ്ടോ? സോ സെന്റർ ഓഫ് കർവേച്ചർ എന്ന ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് നോർമൽ എന്ന് പറയുന്നത്. ഇപ്പൊ നോർമൽ എങ്ങനെ വരയ്ക്കുന്നത്? എപ്പോഴും സെന്റർ ഓഫ് കർവേച്ചർ എന്നാണ് ആര് വരയ്ക്കുന്നത്? നോർമൽ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻസിഡന്റ് ആംഗിൾ കിട്ടും. ഞാൻ പറയുകയാണ് ഇൻസിഡന്റ് ആംഗിൾ തീറ്റ ആണെന്ന് കരുതിക്കൂ മക്കളെ. ഇൻസിഡന്റ് ആംഗിൾ തീറ്റ ആണെങ്കിൽ റിഫ്ലക്റ്റഡ് ആംഗിളും തീറ്റ അല്ലേടാ? ആണ്. സോ ഇൻസിഡന്റ് ആംഗിൾ തീറ്റ ആണെങ്കിൽ റിഫ്ലക്റ്റഡ് ആംഗിൾ എന്തായിരിക്കും? തീറ്റ. ഇനി നോക്ക്, ഇനിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. നോക്കി, ഇത് രണ്ട് പാരലൈൻസ് അല്ലേ? ഇതൊരു ലൈനാണ്, ഇത് മറ്റൊരു ലൈനാണ്. ഈ പാരലൈൻസിന് ഡിഫറെന്റ് കട്ട് ചെയ്യല്ലേടാ? അങ്ങനെയെങ്കിൽ നോക്ക്, ഇത് ഇസഡ് കിട്ടത്തില്ല, ഇസഡ് കിട്ടത്തില്ലേ? നോക്ക്, ഇസഡ് കിട്ടും. അങ്ങനെയെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? അതും തീറ്റയാണ്. ശരിയാണോ? ഇത് തീറ്റയാണെങ്കിൽ എന്താണിത്? ഇതും തീറ്റയാണ്. ഇനി നോക്കണം, ട്രയാങ്കിൾ നോക്കണം. ശ്രദ്ധിച്ചിരിക്കണം. ട്രയാങ്കിൾ, ഈ പോയിന്റ് പേര് ഞാൻ എ എന്ന് കൊടുത്തു. സി എ എഫ്. ട്രയാങ്കിൾ സി എഫ് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. ഇത് സി ആണ്, ഇത് എ ആണ്, ഇത് എഫ് ആണ്. കണ്ട മക്കളെ? ട്രയാങ്കിൾ സി എ എഫ്. മക്കളെ ഇത് തീറ്റയാണ്, ഇതും തീറ്റയാടാ. ആംഗിൾ സി തീറ്റയാണ്. അതുപോലെ ഈ ആംഗിൾ എയും എന്താണ്? ഇവിടെയും ഇതും തീറ്റയാണ്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് തീറ്റ പ്ലസ് തീറ്റ ആയിരിക്കും. ശരിയാണോ? ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്ത് ഈക്വൽ ആയിരിക്കും. ഇത് എത്രയാണിത്? 2 തീറ്റയാണ്. അങ്ങനെയെങ്കിൽ നോക്ക്, ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ കിട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഇത് കിട്ടുന്നത്. ശരിയാണോ? ഇത് എത്രയായിരിക്കും? ഇത് 2 തീറ്റ ആയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായി, ഇത് 2 തീറ്റയാണ്. ഇനി ഞാൻ ട്രയാങ്കിൾ എടുക്കാൻ പോവുകയാണ്. ഞാൻ ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കാൻ പോവുകയാണ്. കൺസിഡർ ട്രയാങ്കിൾ സി എ പി. കണ്ടോ? ഇതിന് ട്രയാങ്കിൾ ആയിട്ട് എടുക്കാൻ പോവുകയാണ്. ട്രയാങ്കിൾ എന്താണ്? സി എ പി അല്ലെങ്കിൽ സി പി എ. സോ ട്രയാങ്കിൾ സി പി എ എടുത്തിട്ട് അവിടെ ഞാൻ ടാൻ തീറ്റ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ടാൻ തീറ്റ. സോ ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു, നോക്ക് തീറ്റ ഇതാണ്, ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? എ പി ഡിവൈഡ് ബൈ ഇതെന്താണ്? സി പി ആണ്. അഡ്ജൻസ് സൈഡ് എത്രയാണ്? സി പി ആണ്, അല്ലെങ്കിൽ പി സി എന്ന് പറയാം. പി സി ആണ്. പി സി. നമുക്കറിയാം തീറ്റ വളരെ ചെറുതാണെങ്കിൽ, ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ ആണെങ്കിൽ
ടാൻ തീറ്റയെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് വിളിക്കാം? തീറ്റ എന്ന് വിളിക്കാം. സോ അങ്ങനെയെങ്കിൽ then തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എ പി ഡിവൈഡ് ബൈ പി സി. ഓക്കെ ആണോ? സോ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് റേഡിയസ് ആണ്, ആർ ആണ്. ആർ പി സി എന്ന് എന്താണ്? റേഡിയസ് ആണ് അല്ലേ? ഇത് റേഡിയസ് ആണ്. പി സി എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ആർ ആണ്. സോ ആർ ഇവിടെ കൊണ്ടുവരാം ഇൻറ്റു തീറ്റ, ആർ ഇൻറ്റു തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആരാണ്? എ പി. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ആണോ? ശരി. ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. കൺസിഡർ അടുത്ത ട്രയാങ്കിൾ. ഇവിടെ നമ്മൾ അടുത്ത ട്രയാങ്കിൾ എടുക്കാണ്. കൺസിഡർ ട്രയാങ്കിൾ. അടുത്ത കുഞ്ഞൻ ട്രയാങ്കിൾ എടുക്കാൻ പോവുകയാണ്. നോക്ക്, എഫ് പി എ ഈ കുഞ്ഞൻ ട്രയാങ്കിൾ എടുത്തു. അവിടെ നമുക്ക് ടാൻ ഏത് ആംഗിൾ ആണ്? ഇവിടെ 2 തീറ്റ കിടക്കുന്നത്. സോ ടാൻ 2 തീറ്റ പറഞ്ഞു നേടാം. ടാൻ 2 തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഈ ടാൻ 2 തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് എ പി ഡിവൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ് ഏതാണ്? പി എഫ്. സോ എന്താ പി എഫ് എന്ന് പറയുന്നത്? പി എഫ് ഫോക്കൽ ലെങ്ത് ആണ് അല്ലേ? സോ ഇവിടെ കൊണ്ടുവരാം ഫോക്കൽ ലെങ്ത് ഇൻറ്റു ടാൻ 2 തീറ്റ. നമുക്ക് ടാൻ 2 തീറ്റ അങ്ങ് മാറ്റാം. എങ്ങനെ മാറ്റാം? ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ 2 തീറ്റ, ടാൻ 2 തീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർക്ക് ഈക്വൽ ആയിരിക്കും? 2 തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ 2 തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എ പി ഡിവൈഡ് ബൈ പി എഫ്. സോ വീണ്ടും നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടും. എന്താണ്? പി എഫ് ഇൻറ്റു 2 തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എ പി. ഇക്വേഷൻ നമ്പർ 2. സോ നമ്മുടെ 2 ഇക്വേഷൻ ഉണ്ട്. ഇതൊക്കെയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ആർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? പി എഫ്. ഈ പി എഫിന് പകരം എ പി, ഈ പി എഫിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കൽ ലെങ്തും പറയാം. സോ ഫോക്കൽ ലെങ്ത് ഇൻറ്റു 2 തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എ പി അല്ലേ? നമുക്ക് അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയാം. ഫോക്കൽ ലെങ്ത് ഇൻറ്റു 2 തീറ്റ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് പറയാം? നോക്ക്, ഈ 2 ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1ഉം 2 നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എ പി ഉണ്ട്, ഇവിടെയും എ പി ഉണ്ട്. അങ്ങനെ ചേർത്ത് പറഞ്ഞ മക്കളെ, ചേർത്ത് പറയുന്നത് നമുക്ക് കിട്ടും എഫ് ഇൻറ്റു 2 തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ. ശരിയാണോ? രണ്ടിടത്തും എ പി സെയിം ആണ്. അപ്പോൾ നമുക്ക് തീറ്റയും നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടും 2f വിച്ച് ഈസ് ഈക്വൽ ടു ആർ. 2f വിച്ച് ഈസ് ഈക്വൽ ടു ആർ. അല്ലെങ്കിലോ ഇത് തിരിച്ചു പറഞ്ഞേ. അപ്പോൾ നമുക്ക് കിട്ടും ആർ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എഫ്. സോ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെറിക്കൽ മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസിന്റെ പകുതിയാണെന്ന് മനസ്സിലായി. സിമ്പിൾ അല്ലേ മക്കളെ? സോ ഇതെങ്ങനെ മനസ്സിലായി? എങ്ങനെയാണ്? വളരെ സിമ്പിളായിട്ട് സിമ്പിൾ ഡെറിവേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഉപയോഗിച്ചത്? എന്താണ്? ലൈറ്റ് ഇങ്ങനെ വരികയാണ്, അത് പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ തിരിച്ചു വരും. ഇത് ഞാൻ നോർമൽ വരച്ചു. സോ ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും, ഇത് തീറ്റയാണെങ്കിൽ ഇതെന്താണ്? തീറ്റയാണ്. നമുക്ക് ഇസഡ് വരച്ച് നോക്കിയാൽ മതി. തീറ്റയാണെങ്കിൽ ഇത് തീറ്റയാണ്. ഇനി ഈ ട്രയാങ്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതും തീറ്റയാണ്, ഇതും തീറ്റയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? തീറ്റ പ്ലസ് തീറ്റയായിരിക്കും. കണ്ടോ? ഈ 2 ആംഗിൾ കൂട്ടുമ്പോൾ ഇത് കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര കിട്ടി? 2 തീറ്റ എന്ന് കിട്ടി. ഇനി ട്രയാങ്കിൾ എടുത്ത് നോക്കി. ഈ ട്രയാങ്കിൾ എടുത്ത് നോക്കി. ട്രയാങ്കിളിന്റെ പേരെന്താണ്? സി പി എ. ഈ ട്രയാങ്കിൾ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. അതുപോലെ എഫ് പി എ, ഈ ട്രയാങ്കിൾ നമുക്ക് ടാൻ 2 തീറ്റ കണ്ടുപിടിക്കാം. ഇതിൽ നമുക്ക് എ പി എന്ന കോമൺ സൈഡിനെ ഇക്വേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് കിട്ടും? ആർ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായിട്ട് നിങ്ങൾ ഈ ഡെറിവേഷൻ ചെയ്ത് നോക്കുക. ഓക്കെ. സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.